ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരത്തെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ ആ നിസ്കാരത്തിന് അലസതയോട് കൊണ്ടാൽ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാതെ ആ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബ, ഓന്റെ മരണമുണ്ടല്ലോ, ആ നിസ്കാരം ഒഴിവാക്കിയവന്റെ മരണമുണ്ടല്ലോ, വളരെ മോശമായ മരണമാണ്. സ്വഹാബ, ഓ മരണപ്പെടുന്ന സമയത്ത് അവൻ പേടിച്ചതായ നിലയിലാണ്. സ്വഹാബ, അവനെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ കണ്ടിട്ട് അവൻ വളരെയധികം പ്രയാസപ്പെടുകയാണ്. സ്വഹാബ, അവൻ പേടിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തി പോവുകയാണ്. സ്വഹാബ, അവന്റെ മുഖമെല്ലാം കറുത്തു പോവുകയാണ്. സ്വഹാബ, വളരെ അപകടകരമായ സ്ഥിതിയിലാണ്. സ്വഹാബ, മരണസമയത്ത്. അതുകൊണ്ട് ഒരാളും നിസ്കാരത്തെ വേണ്ട രൂപത്തിൽ കാണാതെ അതാ അലസതയോടുകൂടെ കണ്ട ആ നിസ്കാരത്തിന്റെ പവിത്രതയോടുകൂടെ കാണാതെ നിസ്കാരത്തെ അലക്ഷ്യമായി കണ്ടാൽ അവന്റെ മരണസമയം വളരെ ഗുരുതരമാണ്. സ്വഹാബ, അതുകൊണ്ട് നിസ്കാരം വേണ്ട രൂപത്തിൽ നിർവഹിക്കണം. സ്വഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുൽ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ നിസ്കാരത്തിന്റെ ശൈലി എന്താണ്? നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നമ്മുടെ സമയത്തനുസരിച്ചാണ് നിസ്കാരം നിർവഹിക്കുന്നത്. നമുക്ക് സമയമുണ്ടോ, നമുക്ക് തോന്നിയോ എങ്കിൽ മാത്രമാണ് നമുക്ക് നിസ്കാരമുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ മരണത്തെ കാത്തിരിക്കുന്നവരെയാണ്. നമ്മുടെ മരണം ഏത് രൂപത്തിലാണെന്നറിയുമോ? നമ്മുടെ ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പിന്റെ ബാറി ഏത് രൂപത്തിലാണോ തൊലിയോട് ചേർന്ന് നിൽക്കുന്നത്, ആ രൂപത്തിലല്ലേ നമ്മളെ മരണമുള്ളത്. എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എന്തിനാണ് നമ്മൾ കിബിർ കാണിക്കുന്നത്? എന്തിനാണ് അയൽവാസിയോട് ചീത്ത പറയുന്നത്? അയൽവാസികളോട് മോശമായ പെരുമാറ്റം എന്തിനാണ്? നമ്മൾ ഏത് സമയവും മരണത്തെ തയ്യാറായി നിൽക്കേണ്ടവല്ലയോ? മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നവർ